+2 സയൻസിന് ശേഷം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു കരിയർ ഓപ്ഷനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കരിയർ ഓപ്ഷനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിലോ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലോ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സിലോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കരിയറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും, അഡ്മിഷൻ പ്രോസസ്സ്, കോളേജ് ഡീറ്റെയിൽസ്, സബ്ജക്ട്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സാലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കരിയർ ചൂസ് ചെയ്യുന്നവർ തിരഞ്ഞെടുക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് കേരള PSC അംഗീകൃതമായിട്ടുള്ള 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ്. DHIC കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ്ലി LBS സെൻറ്റർ വഴിയാണ്. LBScenter.in എന്ന വെബ്സൈറ്റിലൂടെ ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. DHIC കോഴ്സ് പഠിപ്പിക്കുന്ന എല്ലാ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും, ട്യൂഷൻ ഫീ, ഗവൺമെൻറ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ് തുടങ്ങിയവയുടെ എണ്ണവും ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. LBS സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന കോളേജസിൻ്റെ ലിസ്റ്റാണ്. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് തിരുവനന്തപുരം, ഇടുക്കി, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കൊല്ലം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെയുമുണ്ട്. വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നതിലൂടെ കോളേജിൻ്റെ മറ്റ് വിവരങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കരിയർ പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സ് സാനിറ്ററി ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ്. 1 വർഷം ഡ്യൂറേഷനുള്ള ഈ ഒരു കോഴ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് ആൻഡ് റിസർച്ച്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് നടത്തി വരുന്നത്. വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നതിലൂടെ കോഴ്സ് ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി, ഫീസ് സ്ട്രക്ചർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും തന്നെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 12th സയൻസിന് ശേഷം 18-നും 30-നും വയസ്സിനും പ്രായമുള്ളവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. അനാട്ടമി ആൻഡ് ഫിസിയോളജി, ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി, പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ, job responsibilities, records and reports, family welfare, health statistics and population education, environmental sanitation, public health problems, communication and health education, fundamentals of management, public health act, local self-government and project preparation, behavioral sciences, sociology, psychology and non-communicable diseases, biomedical waste management, palliative care and geriatric health. ട്രെയിനിങ് പീരീഡും ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ടൈം പീരീഡിൽ ഉണ്ടാകുന്നതായിരിക്കും. ഏതൊരു കോഴ്സ് പഠിച്ചിറങ്ങിയാലും ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടുതലായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് ജോലി സാധ്യത വരുന്നത് ഗവൺമെൻറ് സെക്ടറിലാണ്. പ്രൈവറ്റ് സെക്ടറിൽ കമ്പാരിറ്റീവ്ലി ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് കരിയറായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കാണ് ഓപ്പർച്യൂണിറ്റി ലഭ്യമായിട്ടുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനോടൊപ്പം കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റായിട്ടോ ഓപ്ഷണലായിട്ടോ ഡിഗ്രിയിൽ പഠിച്ചവർക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭ്യമായിട്ടുണ്ടാവുക. എക്സാം ത്രൂ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. വേക്കൻസീസ് അറിയാനും സാലറി, പേ സ്കെയിൽ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനും വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. കേരള PSCയിലൂടെ DHIC കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൽ JHI പോസ്റ്റിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പഞ്ചായത്തുകളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കും മുനിസിപ്പാലിറ്റികളിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. JHI എന്ന പോസ്റ്റിലേക്ക് കേരള PSCയിലൂടെ കേരള ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റും സ്പെഷ്യൽ കാറ്റഗറി റിക്രൂട്ട്മെൻറ്റും നടത്തി വരാറുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലാണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും തന്നെയും കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എക്സാം ആൻഡ് ഇൻ്റർവ്യൂ ത്രൂ ആയിരിക്കും റിക്രൂട്ട്മെൻറ്റുകൾ നടന്നു വരാറുള്ളത്. കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. സാനിറ്ററി കം ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കാണ് ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ കീഴിലാണ്. സാനിറ്ററി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കാണ് ഇവിടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
വേക്കൻസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ ഡീറ്റെയിൽസും PDF ലഭ്യമാണ്. മറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സിലും വേക്കൻസീസ് കാണാറുണ്ട്. കോഴ്സ് കംപ്ലീഷന് ശേഷം എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെബ്സൈറ്റുകൾ സന്ദർശിച്ച് വേക്കൻസീസ് വരുന്നതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എയർപോർട്ട്, സീപോർട്ട്, ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ഹോട്ടൽസിലൊക്കെ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ മാനേജ്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ, ഹൈജീൻ ഇൻസ്പെക്ഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് പോലത്തെ മേഖലകളിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് അവസരം കൊടുക്കാറുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കരിയറിന് മറ്റ് മെഡിക്കൽ, പാരാമെഡിക്കൽ, പ്രൊഫഷണൽ കോഴ്സുകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി വേക്കൻസീസ് കുറവ് തന്നെയാണ്. കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും ജോബ് ഓപ്പർച്യൂണിറ്റീസും സാലറിയും എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യാൻ. ഏറ്റവും നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.